നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ബ്രസീൽ ടീമിന്റെ കോച്ചായുള്ള തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ കാർലോ ആഞ്ചലോട്ടിക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇക്വഡോറുമായിട്ട് ഗോൾ രഹിത സമനിലയിലാണ് പിരിഞ്ഞത്. കളിക്ക് ശേഷം ആഞ്ചലോട്ടിയോട് ചോദിക്കുന്നു, പരാഗ്വയ്ക്കെതിരെയുള്ള അടുത്ത കളിയിൽ എന്തായിരിക്കും ഫലം, നിങ്ങൾക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ മറുപടി നോക്കുക, ഇറ്റ് വിൽ ബി എ ഡിഫറെൻറ്റ് മാച്ച്. തീർച്ചയായിട്ടും അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും. കളി മാറും. കൂടുതൽ ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് മത്സരം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചുകൂടി റിതത്തിൽ ഞങ്ങൾക്ക് കളിക്കേണ്ടതുണ്ട്. മൊബിലിറ്റി, ഇൻറ്റൻസിറ്റി ഇതൊക്കെ കൂടുതൽ കൊണ്ടുവരേണ്ടതുണ്ട്. വി ഹാവ് ടു പ്ലേ എ ഗെയിം വിത്ത് മോർ റിതം, മൊബിലിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി. ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്നുകൂടി ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്ത മത്സരം പരാഗ്വയ്ക്കെതിരെ ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ബ്രസീലിൽ. കാരണം ബ്രസീലിയൻ മണ്ണിൽ അദ്ദേഹം കോച്ചായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നത് അന്നാണ്. ഇപ്പോൾ ഈ കളി നടന്നത് ഉറുഗ്വായുടെ മണ്ണിലാണ്. യൂറോപ്പും സൗത്ത് അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെയും ഉള്ളത്. നല്ല രൂപത്തിലാണ് ഞങ്ങളെ അവർ വെൽക്കം ചെയ്തു. ഒരു ഫാന്റാസ്റ്റിക് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒബിയസ്ലി ഫാൻസ് അവരുടെ ടീമിന്, അതായത് ഇക്വഡോറിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ നല്ല അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. കോൺഫിഡൻസോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. ഒരു പോയിന്റ് ലഭിച്ചു എന്നുള്ളത് മോശമല്ല. അടുത്ത മത്സരം ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട് എന്നുകൂടി കോച്ച് ഇപ്പോൾ പറയുന്നു. എന്തായാലും അടുത്ത മത്സരത്തിന് വേണ്ടി ബ്രസീലിയൻ മണ്ണിൽ ഇറങ്ങുമ്പോൾ വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ബ്രസീലിയൻ മണ്ണിൽ കളി മാറും എന്ന് അദ്ദേഹം പറയുന്നു. ആ മത്സരം നടക്കുന്നത് ജൂൺ 11-നാണ്. ജൂൺ 10-നാണ് അവിടെ കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 11 ബുധനാഴ്ച പുലർച്ചെ 6:15 ബ്രസീൽ വേഴ്സസ് പരാഗ്വേ മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.